ഹായ്, ഞാൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കരിക്കാട്ടുമണ്ണം വാർഡത്തെ ഒരു വോട്ടറാണ്. എനിക്ക് ഈ പ്രാവശ്യം 1-ാം വാർഡിനെ പറ്റി ഒരു ചെറിയ കാര്യം വിശദീകരിക്കാണ്ട്. ഒരു ബ്ലോഗായിട്ട് ചെയ്യണമെന്ന് തന്നെ കരുതിയതായിരുന്നു. പക്ഷെങ്കിൽ ഈ അവസാന സമയമായതുകൊണ്ട് ഒരു ബ്ലോഗായിട്ട് ചെയ്താൽ ഇത് എല്ലാവരിലേക്കും എത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഷോർട്ടായിട്ട് എടുക്കുന്നത്. അതായത് എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ വികസനത്തിൽ പിന്നോക്കം ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇപ്പം. 30 വർഷം മുമ്പ് ഇതുപോലൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ CPM ഭരണത്തിൽ കയറുകയും വികസനം നല്ല ഊർജിതമായി നടക്കുകയും ചെയ്തിരുന്നു. പിറ്റത്തെ 5 വർഷം കൂടി അത് തുടർന്നു. അതിനുശേഷം 20 വർഷമായിട്ട് ദുരവസ്ഥയാണ് ജനങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ 1-ാം വാർഡിലെ ആളുകൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. എനിക്കൊരു ബ്ലോഗ് പിന്നെ യൂട്യൂബിൽ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ വ്യൂസ് കിട്ടാനോ ഇല്ല ഒരു വീഡിയോ അല്ല. ഇത് ജനങ്ങളിൽ ഉൾക്കൊള്ളാനും അതിന് അനുസരിച്ചുള്ള ഒരു മാറ്റത്തെ കൊണ്ടുവരാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇതിൻ്റെ അവസാനം ഒരു വീഡിയോ വിടാം. ഈ 30 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള ഒരു റോഡാണ്. വിശദമായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനും പിന്നെ ഒരു വ്ളോഗ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ചെറിയതായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മുട്ടിന് ചെറിയൊരു പരിക്കുണ്ടായതുകൊണ്ട് ആ സംഗതികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആ രീതി തന്നെയാണ് സംസാരിക്കുന്നതും. ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താനോ മറ്റൊരു പാർട്ടിയെ മുൻനിർത്തി അവർ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 30 വർഷത്തിന് 20 വർഷം 10 വർഷം വികസനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് പിന്നെ മുട്ടിന് അല്ലെങ്കിൽ തൊടൻ്റെ മേലക്ക് വരെ ചളിയിൽ പൂന്തിയിരുന്ന റോഡായിരുന്നു എൻ്റെ വീട്ടിലേക്കുള്ള റോഡ്. ഒരു ട്രാൻസ്ഫോമറും അവിടെ നിന്നുള്ള റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ വീഡിയോസിലിടും. അപ്പം അതേ അവസ്ഥയിലേക്ക് ഇനി വീണ്ടും കൂപ്പുകുത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഈ റോഡൊക്കെ. അപ്പം ഈ 30 വർഷക്കാലം പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പം ഇവിടെ വികസന മരവിപ്പാണ് ഉണ്ടായതെന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, 1-ാം വാർഡിലെ വോട്ടർമാർ. ഓക്കെ, ശരി. ഇനി അതല്ല, 30 വർഷം പൂർത്തിയാക്കി 35-ാമത്തെ വർഷത്തിലേക്കും ഇതേ അവസ്ഥയാണ് തുടരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുതന്നെയല്ല, ഇവരുടെ കുത്തക തന്നെ എന്ന ഉള്ള മുദ്രാവാക്യം ചെവി പൊട്ടെ കേൾക്കുക തന്നെ വേണ്ടി വരും. മറ്റുള്ള ഒരു ഉപകാരവും നമ്മുടെ വോട്ടിന് ഉണ്ടാവില്ലെന്ന് എഴുതി വെക്കണം. അത് എഴുതി വെച്ചോളൂ.
പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത് ഒരു പാർട്ടിക്കും പിന്താങ്ങിയുള്ള ഒരു വീഡിയോസ് അല്ല ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ജനങ്ങൾക്കും വേണ്ടി, എൻ്റെ 1-ാം വാർഡിലെ ജനങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെട്ടാലും മതി. അത് എൻ്റെ ഉറപ്പാണ്.